ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാജു, അമ്മായി റൂം പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് ഞാൻ കേട്ടു. ദൈവമേ, ഏത് നേരത്താണോ എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത്. രാജു ഉറക്കത്തിൽ ഓരോ സ്വപ്നം കാണും, എന്നിട്ട് ഞാൻ സേഫാണോ എന്ന് കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരും. ഇപ്പം ഞാനാണോ തെറ്റ് ചെയ്തത്? എൻ്റെ പൊന്ന് ഋതിക മാഡം, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. എൻ്റെ വിധി, അല്ലാതെ ഞാൻ എന്തു പറയാന് എന്നും പറഞ്ഞ് രാജു ഇങ്ങോട്ട് വന്ന് എളുപ്പ കട്ടിലിരിക്കുക. അത് കണ്ടിട്ട് ഋതികയും വന്ന് കട്ടിലിരുന്നിട്ട് പെട്ടെന്ന് രാജുവിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പതുക്കെ പതുക്കെ അവനോട് ചേർന്നിരിക്കാൻ നോക്കുവാണ്. അയ്യോ, എന്താ മാഡം? ഒന്നുമില്ല രാജു, ഞാൻ ചുമ്മാതിങ്ങനെ നോക്കിയതേ ഉള്ളൂ. ഈ റൂമിൻ്റെ ഡോറ് തുറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അത് തന്നെയാണ് ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ പോരാ, എന്തെങ്കിലും മാർഗമുണ്ടോയെന്ന് നോക്ക്. ഒരു വഴിയുണ്ട് രാജു. എന്നാൽ എളുപ്പം പറ മാഡം. അത് ശരിയാവില്ല രാജു. രാജു പറയുക, ദൈവമേ, ഈ രാത്രി മുഴുക്കം ഞാൻ ഈ റൂമിൽ കിടക്കേണ്ടി വരുമോ? കിടക്കേണ്ടി വന്നാൽ കിടക്കണം രാജു. എന്താ രാജു ഇതിനു മുമ്പ് ഈ റൂമിൽ കിടന്നിട്ടില്ലേ? അയ്യോ എൻ്റെ മാഡം, അന്ന് നമ്മൾ വിവാഹം കഴിച്ചു എന്നുള്ളൊരു ഡ്രാമയിൽ നടക്കുമല്ലായിരുന്നോ? അതുപോലെയാണോ ഇപ്പോൾ? വർമ്മസാറെങ്ങാണോ അറിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാകും. എന്ത് പ്രശ്നമാകാന്? പ്രശ്നമാകുന്നെങ്കിൽ അങ്ങ് ആകട്ടെ. കൊള്ളാലോ. അപ്പോൾ അതാണോ മാഡത്തിൻ്റെ ഉദ്ദേശം? എന്തുദ്ദേശം? രാജു എന്തോ പറയുന്നത്? അല്ല, വർമ്മസാറിനോട് നമ്മൾ തമ്മിലുള്ള പ്രണയത്തിലാണെന്ന് തെളിയിക്കാൻ മാഡം വീണ്ടും ഈ അവസരം മുതലാക്കുമോ എന്നൊരു ഉദ്ദേശം മാഡത്തിനില്ലേ എന്നെനിക്കൊരു ഭയം. അയ്യോ രാജു, എനിക്ക് ഇതുവരെ അങ്ങനൊരു പ്ലാൻ ഇല്ലായിരുന്നു. ഇപ്പോൾ രാജു പറഞ്ഞ ഈ പ്ലാൻ കൊള്ളാം. എന്നാലേ ഞാൻ അങ്ങനെ ശ്രമിച്ചു നോക്കട്ടെ രാജു. അച്ഛനെങ്ങാണവേ നമ്മൾ തമ്മിൽ പ്രണയമാണെന്ന് വിശ്വസിച്ചാലോ? രാജു രണ്ട് കൈയെടുത്ത് ഋതികയെ തൊഴുതിട്ട് പറയുക, എൻ്റെ പൊന്നു മാഡം, എന്നെ ചതിക്കല്ലേ. ഞാനൊരു തമാശ പറഞ്ഞ രാജു പേടിക്കണ്ട. മാഡം, എന്നെ ഈ മുറിക്കകത്തുനിന്ന് പുറത്തു വിടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് മാഡം ഒന്ന് ആലോചിക്ക്. പ്ലീസ് മാഡം, ഒന്ന് ആലോചിക്ക്. മാഡം, ഈ റൂമിന് സ്പെയർ കീ കാണുമല്ലോ. അതെവിടെയാ? ഈ റൂമിനകത്താണോ അതോ പുറത്താണോ? പുറത്താണ്. മാഡം ഒരു കാര്യം യാമിനി മാഡത്തെ ഒന്ന് വിളിച്ചാലോ? ചെറിയമ്മ ഇപ്പം വിളിച്ചാലും ചെറിയമ്മ നമ്മളെ തെറ്റിദ്ധരിക്കില്ലേ? അയ്യോ, യാമിനി മാഡത്തോട് ഞാൻ സംസാരിച്ചോളാം. ഋതിക മാഡം യാമിനി മാഡത്തിന് ഫോൺ ചെയ്തിട്ട് എൻ്റെ കയ്യിലോട്ടിതാ, ഞാൻ സംസാരിച്ചോളാം. രാജു, ചെറിയമ്മ വന്ന് സ്പെയർ കീ കൊണ്ടുവന്ന് വാതിൽ തുറന്നാലും രാജു ഉടനെ ഒന്നും പോകല്ലേ. അതെന്താ മാഡം? അമ്മായിയുടെ സ്വഭാവം അറിയാമല്ലോ. അമ്മായി ഇവിടെ എവിടെയെങ്കിലും ചുറ്റിത്തിരിഞ്ഞ് നിൽക്കുന്നുണ്ടാവും. അമ്മായിക്ക് നല്ലതുപോലെ അറിയാം എൻ്റെ റൂമിൽ ഒരാൾ കയറിയിട്ടുണ്ടെങ്കിൽ അത് രാജു തന്നെ ആയിരിക്കുമെന്ന്. അങ്ങനെ ഋതിക യാമിനിക്ക് ഫോൺ ചെയ്യുവാണ്. ഋതുമോളെ, എന്താ? ഞാൻ ഫോണ് രാജുവിന് കൊടുക്കാം. രാജുവിനോ? നിങ്ങൾ എവിടാ മോളെ? ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഋതികയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി രാജു സംസാരിക്കുവാണ്. യാമിനി മാഡം, ഞാനിവിടെ വന്നിരുന്നു എന്നും പറഞ്ഞ് രാജു ഉണ്ടായ കഥകളൊക്കെ യാമിനിയോട് പറയുവാണ്. ശരി രാജു, ഞാൻ സ്പെയർ കീ എടുത്തുകൊണ്ട് വരാം. യാമിനി മാഡം, അംബിക മാഡം അവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയിട്ടേ ഇങ്ങോട്ട് വരാവുള്ളൂ. യാമിനി ആകെ വിഷമത്തിലെ, ദൈവമേ, എങ്ങനെ സ്പെയർ കീ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നത്? അംബിക ചേച്ചി കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകുമല്ലോ. ഈ കുട്ടികൾ എന്തൊക്കെയായി കാണിച്ചിരിക്കുന്നത്? അമ്മയ്ക്ക് പ്രസവവേദന, മോക്ക് വീണവായന എന്ന് പറഞ്ഞതുപോലെ രാജു ഇരുന്നുകൊണ്ട് വിഷമിക്കുന്നുണ്ട്. ഇവിടുന്ന് എങ്ങനെയാ പുറത്ത് കിടക്കുന്നതെന്ന് ഓർത്ത്. ഋതികയാണെങ്കിൽ ഭയങ്കര സന്തോഷം. കുറച്ചു നേരം കൂടെ രാജു തൻ്റെ അടുത്തിരുന്നെങ്കിൽ എന്നിങ്ങനെ ആഗ്രഹിച്ച് ഋതിക രാജുവിനെ തന്നെ നോക്കുവാണ്. ദീപക്കാണെങ്കിൽ കുടിച്ച് വെളിവില്ലാതെ കട്ടിലേ കിടന്നുകൊണ്ട് വിളിച്ചൊരുവെന്ന് പറയുവാണ്. എടി ദിവ്യയെ, നിന്നെയും കൊല്ലും, നിൻ്റെ കുഞ്ഞിനെയും കൊല്ലും. വേണ്ടി വന്നാൽ പിന്നെ ഋതികയും ഞാൻ കൊല്ലും. ദീപക്ക് കാണിക്കുന്ന ഈ കോപ്രായെ കണ്ട അംബിക ഇങ്ങനെ ദേഷിച്ചും വിഷമിച്ചും ഇരിക്കുവാണ്. എടാ ദീപക്കെ, നീ കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കുക. എൻ്റെ ദൈവമേ, ഇവനെ ഈ കോലത്തിലിട്ടിട്ട് എനിക്ക് മുറിക്കകത്തുനിന്ന് പുറത്തോട്ട് പോകാനും പറ്റുന്നില്ലല്ലോ. അംബിക ഇങ്ങനെ പറയുന്നത് യാമിനി ആ കഥകിൻ്റെ പുറകിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ദീപക്ക് കടന്ന് വിളിച്ച് കൂവാണ്. എടി ഋതികയെ, ഇങ്ങോട്ട് വാടി. എല്ലാവരും കൂടെ എന്നെ ചതിച്ചില്ലേ? എൻ്റെ പൊന്നു മോനെ, നീ ഒന്ന് ബഹളം വെക്കാതിരിക്കടാ. ഇത് തന്നെ നല്ല സമയമെന്ന് കരുതി പെട്ടെന്ന് യാമിനി പോയി ഋതികയുടെ റൂം തുറക്കുവാണ്. രാജു, വേഗം പൊയ്ക്കോ, ആരുടെയും കണ്ണിൽപ്പെടാതെ ശ്രദ്ധിക്കണേ. ശരി മാഡം എന്നും പറഞ്ഞ് രാജു പാത്തും പതുങ്ങി എളുപ്പം പോകുന്നുണ്ട്. രാജു അങ്ങനെ പുറത്തു വന്ന് അവൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന ശബ്ദം അംബിക കേൾക്കുന്നുണ്ട്. രാജു അവൻ തന്നെയാണ്. യാമിനി പോയി കതവ് തുറന്നു കൊടുത്തിരിക്കും. ശരി, കാണിച്ചു കൊടുക്കാം ഞാൻ. എടി, എൻ്റെ റൂമിൽ നിന്ന് എഴുന്നേറ്റ് പോടി. എൻ്റെ മുന്നിൽ നീ വന്നേക്കരുത്, നിന്നെ കൊല്ലും. എടാ, മിണ്ടാതിരിക്കടാ അവിടെ. ഇനി നീ ബഹളം വെച്ചാൽ നിൻ്റെ തലയിൽ ഞാൻ തണുത്ത വെള്ളം കോരി ഒഴിക്കും. അമ്മ എന്തിനാ ബഹളം വെക്കുന്നത്? എടാ, ഞാനാന്നോടാ ബഹളം വെക്കുന്നത്? എടി ദിവ്യയെ, ഇറങ്ങിപ്പോടി. നീ പോകുമ്പോഴേ നിൻ്റെ ആ കുഞ്ഞിനെയും കൂടെ എടുത്തുകൊണ്ട് പോയിക്കോണം. രാജുവിനെ സേഫായിട്ട് പുറത്തു വിടാൻ പറ്റിയല്ലോ എന്ന് ചിന്തിച്ചിങ്ങനെ യാമിനി പോകുമ്പോൾ, യാമിനി അവിടെ നിന്ന് നിന്നേ എന്നും പറഞ്ഞ് അംബിക നിൽക്കുന്നു. പെട്ടെന്ന് യാമിനി അങ്ങ് ഞെട്ടിപ്പോയി.
അംബിക കയ്യിൽ ചാവി വെച്ചോണ്ട് ഇങ്ങനെ യാമിനിയെ കാണിക്കുമ്പോൾ യാമിനി ചോദിക്കുന്നു, ഇതെന്താ ചേച്ചി, ഇതറിയില്ലേ? ഇതേ ഋതികയുടെ റൂമിൻ്റെ ചാവിയാ. അവളുടെ റൂമിൽ ഒരുത്തൻ കയറിയിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയിട്ട് ഞാൻ അവരെ രണ്ടുപേരെ ആ റൂമിലിട്ട് പൂട്ടിയിരുന്നു. പക്ഷേ ഋതികയുടെ കൂട്ടുകള്ളി അവനെ തുറന്ന് പറഞ്ഞു വിട്ടു. നീ ഈ താക്കോലിനി അവളെ അങ്ങ് ഏൽപ്പിച്ചേരെ, നിനക്കതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അംബികയെല്ലാം മനസ്സിലാക്കിയല്ലോ, അവരോടിനി കള്ളം പറയാനും പറ്റില്ല. ആകെ യാമിനി വിഷമിച്ച് നിൽക്കുകയാണ്. അംബിക, ഈ ചാവി വാങ്ങിച്ചോണ്ട് പോടി എന്നും പറഞ്ഞ് യാമിനിയുടെ നേരെ ഒരു ചാട്ടം. ജയനാണെങ്കിൽ ആരെയോ നോക്കി ഇങ്ങനെ റബ്ബർ തോട്ടത്തിൽ കൂടെ പോയി നിൽക്കുവാണ്. ആളെ കാണാഞ്ഞിട്ട് ഫോൺ ചെയ്ത് നോക്കുന്നു. അപ്പോഴങ്ങോട്ട് രമ്യ വരുന്നുണ്ട്. എന്താ ജയൻ ചേട്ടാ, ഞാൻ താമസിച്ചു പോയോ? ഞാൻ താമസിച്ചതിനാണോ ഫോൺ ചെയ്യാൻ നോക്കിയത്? ഈ രമ്യ ഒന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്തിരിക്കും. രമ്യ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അത് കൊള്ളാം, ദാണ്ട ജയൻ ചേട്ടൻ ചോദിച്ച ക്യാഷ് എന്നും പറഞ്ഞ് രമ്യ ഇങ്ങനെ കുറേ അധികം നോട്ടുകെട്ടുകൾ ഇങ്ങനെ ജയൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല രമ്യേ. മറക്കരുത് ജയൻ ചേട്ടാ, എപ്പോഴും ഓർമ്മ വേണം. എന്നെ കുറേ പറ്റിച്ചേ എൻ്റെ കയ്യിൽ നിന്ന് ജയൻ ചേട്ടൻ കുറേ പൈസ തട്ടിയിട്ടുണ്ടല്ലോ, അതുപോലെ ഇതും എന്നെ പറ്റിച്ച് പൈസ തട്ടാന്നേ ജയൻ ചേട്ടൻ വിചാരിക്കണ്ട. ജയൻ പറയുക, ഇല്ല രമ്യേ, ഞാൻ നിന്നെ ഒരിക്കലും ചതിക്കില്ല. ആപത്തിൽ സഹായിക്കുന്ന സുഹൃത്തുക്കളെ ഞാൻ ഒരിക്കലും മറക്കില്ല, കൈവിടുകയില്ല. എങ്കിൽ ജയൻ ചേട്ടന് കൊള്ളാം. അല്ല, മുദ്രപത്രത്തിൽ എഴുതിയൊന്നും ഒപ്പിട്ടിട്ടില്ലെങ്കിലുവേ ജയൻ ചേട്ടൻ എന്നെ പറ്റിക്കാൻ നോക്കിയാൽ ഞാൻ ജയൻ ചേട്ടനെ അഴിയെണ്ണിക്കും. എനിക്കതിനുള്ള പിടിപാടൊക്കെ ഉണ്ടെന്ന് ജയൻ ചേട്ടൻ അറിയാമല്ലോ. എല്ലാം എനിക്കറിയാൻ രമ്യേ. ഈ കാശ് എൻ്റെ പൊളിഞ്ഞുപോയ ബിസിനസ് പുതിയതായിട്ട് തുടങ്ങാനുള്ള മൂലധനമാണ്. ഞാൻ എന്തായാലും നെറുകേട് രമ്യയോട് കാണിക്കില്ല, അത് ഉറപ്പാ. രാജുവിനെ കൊണ്ടേ ഞങ്ങളുടെ വിവാഹക്കാരെയൊക്കെ ജയൻ ചേട്ടൻ സമ്മതിപ്പിക്കുമല്ലോ. അത് ഞാൻ രമ്യയ്ക്ക് തന്ന വാക്കല്ലേ, എൻ്റെ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. എൻ്റെ ബിസിനസ് ഒന്ന് പച്ച പിടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ കാശ് ഞാൻ രമ്യയ്ക്ക് തിരിച്ചു തരും. ജയൻ ചേട്ടാ, കാശ് ഉടനെ തിരിച്ചു തരാനൊന്നും പെട്ടെന്ന് ധൃതി കൂട്ടണ്ട. ജയൻ ചേട്ടൻ ഈ സാഹചര്യത്തിൽ എൻ്റെ കൂടെ നിന്നാൽ മതി. രാവിലെ ഋതിയെ ഉറക്കം ഉണർന്നിട്ട് രാത്രി നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുവാണ്. രാജുവുമായിട്ട് കുറച്ചു നേരമെങ്കിലും അടുത്തിരുന്നപ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷം തനിക്ക് കിട്ടിയിരുന്നു. എന്തായാലും രാജുവിന് എന്നോട് പ്രണയമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. രാജു ഇപ്പോൾ ഉണർന്നു കാണുമോ? എന്നെക്കുറിച്ച് വല്ലതും ചിന്തിക്കുവോ? ഒന്ന് വിളിച്ചു നോക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട, താമസിച്ചല്ലേ ഉറങ്ങാൻ കിടന്നത്, ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും. പാവം, ഉറങ്ങിക്കോട്ടെ. എന്നാലൊരു മെസ്സേജ് ഇട്ട് നോക്കാം. അങ്ങനെ ഋതിക 2-3 മെസ്സേജൊക്കെ രാജുവിന് ഇടുന്നുണ്ട്. പക്ഷെ രാജു അതൊന്നും കണ്ടില്ല. രാജു നല്ല ഉറക്കത്തിലാണ്. രാധമ്മ ചായയും കൊണ്ടുവന്ന് രാജുവിനെ വിളിച്ചുണർത്തുന്നു. അപ്പോൾ പറയുന്നുണ്ട്, എടാ നിൻ്റെ ഫോണിനകത്ത് എന്തൊക്കെയോ മെസ്സേജ് വരുന്നുണ്ടൊന്ന് നോക്ക്. അയ്യോ, സമയം ഒരുപാടായിപ്പോയല്ലോ, 8 മണി കഴിഞ്ഞിട്ട്. അയ്യോ, അതൊന്നും സാരമില്ല മോനെ, നീ ചായ കുടിച്ചൊന്ന് ഫ്രഷ് ആകും. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഋതികയുടെ മെസ്സേജ് വന്നതിങ്ങനെ രാജു കാണുവാണ്. ഇന്നലെ രാത്രി ഒരുപാട് മേഡത്തിനോട് സംസാരിച്ച് എന്തോ മനസ്സിലിരിക്കുന്ന ഭാരങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെച്ച പോലെ രാജു ഋതികയുടെ കണ്ണിൽ നോക്കിയതും ഋതിക രാജുവിനോട് പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ഓർക്കുവാണ് രാജു അവിടെ ഇരുന്നുകൊണ്ട്. രാജു സ്വയം പറയുവാണ്, വേണ്ട, ആവശ്യമില്ലാത്ത ഫീലൊന്നും എനിക്ക് വരണ്ട. മേഡം എനിക്കൊരു ഗുഡ് മോർണിംഗ് അല്ലേ ഇട്ടത്, തിരിച്ചൊരു ഗുഡ് മോർണിംഗ് ഇടുന്നതിനകത്ത് വലിയ തെറ്റൊന്നും ഇല്ലല്ലോ, ഒരു ഗുഡ് മോർണിംഗ് ഇട്ടേക്കാം എന്നും പറഞ്ഞ് രാജു ഋതികയ്ക്ക് ഗുഡ് മോർണിംഗ് ഇടുന്നുണ്ട്. ഋതികയാണെങ്കിൽ മെസ്സേജ് ഒന്നും രാജു ഇതുവരെ കണ്ടില്ലല്ലോ, രാജു ഇപ്പോഴും ഉറക്കമായിരിക്കും എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഋതികയുടെ ഫോണിലോട്ട് രാജുവിൻ്റെ മെസ്സേജ് വരുന്നുണ്ട്. അത് കണ്ട് ഋതികയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അവരങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്മൈലിയും കിസ്സും അങ്ങനെയുള്ള ഓരോ മെസ്സേജുകളും അങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട്. ജയനാണെങ്കിൽ രമ്യ കൊടുത്ത പൈസ കൊണ്ടുവന്ന് റൂമിനകത്ത് ഇങ്ങനെ ഒളിച്ചു വെക്കുവാണ്. അത് പ്രിയ കാണുന്നുണ്ട്. പ്രിയെ കണ്ടതും ജയൻ ഒരു പരുങ്ങലൊക്കെ കാണിക്കുവാണ്. അത് കണ്ടിട്ട് പ്രിയ ചോദിക്കുന്നു, എന്തോ ജയേട്ടാ, എന്താണ് അവിടെ വെച്ച്? ഒന്നുമില്ല, മാറിക്കാ, ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് പ്രിയ നോക്കുമ്പോൾ നിറയെ നോട്ടുകെട്ടുകൾ. ഇതെവിടുന്നാ ജയേട്ടാ ഈ കാശ്? നീ എന്താ ഇങ്ങനെ പോലീസുകാരെ പോലെ എന്നോട് ചോദിക്കുന്നത്? ഞാൻ ചോദിച്ചതിന് ആൻസർ പറ, ഇത് എവിടുന്നാ ഈ പൈസ? പ്രിയേ, അത് എന്തിനാ ജയേട്ടാ ഈ കള്ളത്തരം? എവിടുന്നാ കാശെന്നല്ലേ ചോദിച്ചത്? പ്രിയെ, നീ ബഹളം വെക്കണ്ട, ഞാൻ പറയാം. ഈ കാശ് രമ്യയുടെ കയ്യിൽ നിന്ന് മേടിച്ചതാ. രമ്യയുടെ കയ്യിൽ നിന്നോ? എന്തിന്? ജയേട്ടൻ എന്തിനാ വീണ്ടും രമ്യയുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചത്? പ്രിയെ, ഹോട്ടലിലെ ഫയർ ആക്സിഡൻ്റ് ഉണ്ടായത് നിനക്കും അറിയാവുന്നതല്ലേ, അതൊന്ന് നേരെയാക്കാൻ പണം ആവശ്യമുണ്ട്. അതിന് ജയേട്ടൻ എന്തിനാ രമ്യയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചത്? പിന്നെ രമ്യയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കാതെ നിൻ്റെ അച്ഛനോടും അമ്മയോടും ചോദിച്ചാൽ അവർ തരുമോ കാശ്? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങളെ വീണ്ടും തുടങ്ങിയോ ഇതൊക്കെ? എന്ത് തുടങ്ങിയോന്ന്? നിങ്ങളിങ്ങനെ ആയിരുന്നില്ലല്ലോ കുറച്ച് നാൾ മുമ്പ്. രമ്യയെ നിങ്ങൾക്ക് കണ്ണെടുത്താൽ കാണാൻ പാടില്ലായിരുന്നല്ലോ, ഇപ്പം പിന്നെ എങ്ങനെ പറ്റി? ജയേട്ടാ, ഞാൻ ഒന്ന് പറഞ്ഞേക്കാം,
നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് നിൽക്കണ്ട. ഇതൊന്നും ശരിയാവില്ല. എന്ത് ശരിയാവില്ലെന്നാടി നീ പറയുന്നത്? എനിക്ക് കാശിന് ആവശ്യമുണ്ട്. ഈ കാശ് കൊണ്ടുപോയി തിരിച്ചു കൊടുക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. ഈ കാശുണ്ടാക്കുന്ന ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. എന്ന് വെച്ചാൽ രമ്യയുടെ ആവശ്യത്തിന് കൂട്ടു നിൽക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന കൈക്കൂലിയാണ് ഈ പൈസ അല്ലേ? ഇത് ഋതിയോട് കാണിക്കുന്ന ചതിയല്ലേ? എടി, ഋതിയ മേഡത്തിനെ അളിയൻ വിവാഹം കഴിക്കാനൊന്നും പോകുന്നില്ല. അതിനുവേണ്ടി അളിയനെ സപ്പോർട്ട് ചെയ്ത് ഞാനും കുറച്ച് ശ്രമങ്ങളൊക്കെ നടത്തിയതാ. വെറുതെ കുറച്ച് സമയം കളഞ്ഞെന്നല്ലാതെ യാതൊരു പ്രയോജനം ഉണ്ടായില്ലെന്ന് നിനക്കും അറിയാവുന്നതല്ലേ? രമ്യ രാജുവിൻ്റെ ഭാര്യയാകാൻ പോകുന്നതായിരിക്കും ദൈവനിശ്ചയം. നിങ്ങളിത് എന്ത് ഭ്രാന്താ ജയേട്ടായി പറയുന്നത്? അതേടി, എനിക്ക് ഭ്രാന്താ. എനിക്ക് കുറച്ച് കാശിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പർമ്മസാറിൻ്റെ വീട്ടിൽ ചെന്ന് ഋതിക മേഡത്തിനോട് ചോദിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. പക്ഷേ രമ്യയോട് എനിക്ക് ചോദിക്കാം. ഒരു അത്യാവശ്യത്തിന് ഉപകരിക്കുന്ന ആളിൻ്റെ കൂടെ നിൽക്കുന്നതാണ് നല്ല ബുദ്ധി. എൻ്റെ ദൈവമേ ജയേട്ടാ, ഇത് ഋതിക മേഡത്തിനെ കാണിക്കുന്ന വലിയ ചതിയല്ലേ? നമുക്ക് ഈ കാശ് വേണ്ട ജയേട്ടാ. ഈ കാശ് നമുക്ക് രമ്യയ്ക്ക് തിരിച്ചു കൊടുക്കാം. എടി പ്രിയ, നീയൊന്ന് അടങ്ങ്. ഞാൻ പറയുന്നതേ ഒന്ന് സമാധാനത്തോടെ നീയൊന്ന് കേക്ക്. പണത്തിനോട് ഒരുപാട് ആർത്തിയുള്ളതാണ് പ്രിയയും. അത് നല്ലതുപോലെ ജയൻ അറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ജയൻ പ്രിയയോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ പ്രിയ എന്തൊക്കെയോ പറഞ്ഞ് അവൻ്റെ വരുതിക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രിയ പറയുവാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നിങ്ങൾക്കിപ്പോൾ പൈസ റെഡിയാക്കി തരാനും പറ്റുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതുപോലെ അങ്ങ് ചെയ്. എൻ്റെ പ്രിയെ, ഞാനിതൊക്കെ ചെയ്യുന്നത് എനിക്ക് വേണ്ടി മാത്രമാണോ? നീ ഇതൊന്ന് മനസ്സിലാക്കേണ്ട പ്രിയേ. നീ എന്നോടൊപ്പം നിന്ന ആവശ്യത്തിന് പൈസ നമുക്ക് രമ്യയുടെ കയ്യിൽ നിന്ന് അടിച്ചെടുക്കാം. നിന്റെ ഈ അനിയൻ സ്നേഹവും ആവശ്യമില്ലാത്ത പിടിവാശിയൊക്കെ അങ്ങ് വേണ്ടാന്ന് വെക്ക്. ഞാൻ പറയുന്നത് എൻ്റെ പ്രിയയ്ക്ക് മനസ്സിലായോ? അങ്ങനെ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ജയൻ പണത്തിനോട് ആഗ്രഹമുള്ള പ്രിയയും അവൻ്റെ വരുതിക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, രാജുവും ഋതികയും തമ്മിലുള്ള വിവാഹം ഇവർ മുടക്കുവോ അതോ രമ്യയും രാജുവായിട്ടുള്ള വിവാഹത്തിന് ഒരു കൂട്ടുനിൽക്കുവോ എന്നുള്ളത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.